എൻ്റെ പേര് സിൻഡ്രല ഷിനോയ്. എ ബി ഓർ ആകെ ബി ഞാൻ എഴുതിയ ആദ്യത്തെ ബുക്കാണ്. ഇതൊരു സയൻസ് ഫിക്ഷണൽ ത്രില്ലർ നോവലാണ്. എൻ്റെ ബോൾ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് പപ്പേനെയും അമ്മേനെയും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ടുള്ളത് ഞാൻ എന്ത് പറയുമ്പോഴും അവരത് കേട്ടിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവൾക്ക് ബുക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഞങ്ങൾ ബാലരമയായാലും കളിക്കുടുക്കയായാലും വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഹാരി പോട്ടറിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അവള് വായിച്ചിട്ട് അതിൻ്റെ സിനിമ കണ്ടപ്പോൾ അവള് പറഞ്ഞത് സിനിമയിലൊന്നുമില്ല, നമുക്ക് വായിക്കുമ്പോൾ കുറേ ഇമാജിൻ ചെയ്യാൻ പറ്റും, സിനിമയിൽ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇത് തോന്നിയിട്ടാ. കാരണം വായനയിൽ ഞാൻ കണ്ട ഇമാജിനൊന്നും സിനിമയിൽ ഇല്ല എന്നാണ് അവള് പറയുന്നത്. കുറേ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു. അതിനൊക്കെ പപ്പയും അമ്മയാണ് കോപ്പിറൈറ്റ് എടുക്കുന്നതിനാണെങ്കിലും ഒക്കെ സപ്പോർട്ടായിട്ട് നിന്നത്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവൾക്ക് ബുക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഞങ്ങൾ ബാലരമയായാലും കളിക്കുടുക്കയായാലും വാങ്ങിച്ചു കൊടുത്തിരുന്നു. വലുതായപ്പോഴും അവൾക്ക് ബുക്കിനോടായിരുന്നു താല്പര്യം. ഞാനിതിൽ എ ഗ്രേഡ് വാങ്ങിച്ചില്ലേ, നിങ്ങൾ എന്താ എനിക്ക് ഗിഫ്റ്റ് തരാമെന്ന് ചോദിക്കും. അപ്പോൾ നീ പറഞ്ഞോ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്തായാലും ഇവള് വലിയ ഇതുള്ളതൊന്നും പറയില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഞാൻ ഇതിൽ കണ്ടുവച്ചിട്ടുണ്ട്, ഓൺലൈനിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, എനിക്കത് തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഒരു വർഷം തന്നെ അവൾ കുറേ ബുക്ക് വാങ്ങിക്കാൻ തുടങ്ങി. അവൾക്ക് ഗിഫ്റ്റായിട്ട് അത് മതി, ബുക്സ് മതി. അപ്പോൾ അവസാനം ഞാനൊരു ലിസ്റ്റ് വെച്ചു, ഒരു വർഷത്തിൽ 4 ബുക്ക്. അപ്പോൾ അങ്ങനെ വെച്ച് ഇപ്പോൾ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ജനുവരിയോട് കൂടി 4 ബുക്ക് വാങ്ങിച്ച് കംപ്ലീറ്റ് ചെയ്തു. 4 ബുക്ക് വാങ്ങിക്കുകയും ചെയ്തു, വായിച്ച് കഴിയുകയും ചെയ്തു. ഇനി അടുത്ത വർഷം ആവണം 4 ബുക്ക് കിട്ടാനുള്ള ഒരു വിഷമത്തിലാണ്. അത് ബുക്ക് കിട്ടിയാൽ അത് അന്ന് തന്നെ ഇരുന്ന് വായിച്ച് അവസാനിപ്പിക്കുക. ആ ഒരു ബുക്ക് വായിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അത് എഴുതാനും
അത് എഴുതിയപ്പോൾ ഹാരി പോട്ടറിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അവള് വായിച്ചിട്ട് അതിന്റെ സിനിമ കണ്ടപ്പോൾ അവള് പറഞ്ഞത് വായിച്ചു കഴിഞ്ഞിട്ട് ആ ബുക്ക് ആ സിനിമ കാണുമ്പോൾ സിനിമയിലൊന്നുമില്ല, നമുക്ക് വായിക്കുമ്പോൾ കുറേ ഇമാജിൻ ചെയ്യാൻ പറ്റും, സിനിമയിൽ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇത് തോന്നിയിട്ടാ. കാരണം വായനയിൽ ഞാൻ കണ്ട ഇമാജിനൊന്നും സിനിമയിൽ ഇല്ല എന്നാണ് അവള് പറയുന്നത്. സാധാരണ നമ്മൾ വിഷ്വല് കണ്ടാൽ അതാണ് മനസ്സിൽ നിൽക്കാറ്. പക്ഷെ മോള് പറയുന്നത് വായിച്ച് ഞാൻ കണ്ട അത്രയൊന്നും സിനിമയിൽ കാണാനില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഇമാജിൻ വളർത്തിയെടുക്കാൻ അവൾക്ക് ബുക്ക് വായന സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംസാരങ്ങൾ മൊത്തം ഇവളുടെ ഇമാജിനും ഇവള് വായിച്ച ബുക്കുകളും ആ ഒരു സ്വപ്നം, ഇവള് വലുതാവുമ്പോൾ ആരായി തീരണം എന്നുള്ള സ്വപ്നം, അത് മൊത്തമാണ് ഈ സംസാര വിഷയത്തിൽ വരിക. പിന്നെ ക്ലാസ്സിൽ പോയ വിശേഷങ്ങൾ പറഞ്ഞാലും എല്ലാ വിശേഷങ്ങളും A to Z ഇങ്ങനെ പറയും. അപ്പൊ അതില് വരുന്ന സംഭാഷണങ്ങളാണ് ബുക്സ്, അവളുടെ ഇമാജിന് ഭാവിയിൽ ആരാവണം എന്നുള്ളത്, അതൊക്കെ ഇങ്ങനെ വരും. എഴുതിയ ബുക്ക് കൈ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെ ഇരിക്കും നമ്മളിതിന്റെ പ്രിവ്യൂ പേജസ് ഒക്കെ ലാപ്പിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഏകദേശം സങ്കല്പിച്ച പോലെ തന്നെ ആയിരിക്കും ബുക്ക് ഇരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് തോന്നിയത്. നല്ലൊരു ഹാപ്പിനെസ്, എൻ്റെ ഒരു ബുക്ക് ഇനി മുതൽ ലൈബ്രറീസിൽ കിട്ടുമല്ലോ എന്ന് പറയുന്നൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ സയൻസ് ഫിക്ഷണൽ നോവല് ആയതുകൊണ്ട് തന്നെ മിക്കവരും എന്നോട് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് ബുക്ക്. അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വാറ്റ്പാഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെ. അതും ഇതിപ്പോൾ സെൽഫ് പബ്ലിഷിംഗ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മിക്ക ബുക്ക് സ്റ്റോഴ്സിലും ലഭിക്കില്ല, ഇങ്ങനെ ഓൺലൈൻ സ്റ്റോഴ്സിലാണ് കിട്ടുക. മിക്ക ലൈബ്രറീസിലൊന്നും പോയി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബുക്ക് ട്രഡീഷണൽ ആക്കണം എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം കൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.